തൃശൂർ ചീരാച്ചിയിൽ KSRTC ബസ് ഇടിച്ച് 2 പേർ മരിച്ച സംഭവത്തിൽ അപകട കാരണം ബസിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചക്കുറവെന്ന് പരാതി. വെളിച്ചക്കുറവ് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും പരിഹരിക്കാത്തതാണ് അപകട കാരണമെന്നാണ് ആരോപണം. ബസ്സിന് വെളിച്ചക്കുറവുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളും 24 ലഭിച്ചു. ഞായറാഴ്ച രാവിലെ 5:45 തൃശൂരിൽ നിന്ന് KSRTC സ്വിഫ്റ്റ് ബസ് പുറപ്പെട്ടത്. ചീരാച്ചിയിൽ വെച്ച കാൽനട യാത്രക്കാരെ ബസ് ഇടിച്ചു തെറിപ്പിച്ചു. ഇടതുവശത്തുകൂടി നടന്നുപോയവരെ കാണാൻ കഴിയുന്ന തരത്തിൽ വെളിച്ചമില്ലാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പരാതി. വെളിച്ചക്കുറവ് സംബന്ധിച്ച 1 വർഷം മുമ്പ് മുതൽ ജീവനക്കാർ തുടർച്ചയായി പരാതി നൽകി. ഗതാഗത മന്ത്രി പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു. നമ്മൾ മന്ത്രി ഗണേഷ് കുമാർ സാറിന് വരെ നമ്മൾ പരാതി കൊടുത്തതാണ്. പക്ഷേ ഗണേഷ് കുമാർ സാർ അത് അന്വേഷിച്ച് അതിനെതിരെ നടപടിയെടുക്കാൻ പറഞ്ഞ് ഓർഡർ കൊടുത്തതാണ്. പക്ഷേ അത് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം അട്ടിമറിക്കപ്പെട്ടു. അതിനെക്കുറിച്ച് ഹെഡ്ലൈറ്റ് നേരെയാക്കുകയോ ഹെഡ്ലൈറ്റ് മാത്രമല്ല, ഒത്തിരി മെയിൻ്റനൻസ് ഇല്ലാത്തതിൻ്റെ കുറേ പരാതികളുണ്ടായിരുന്നു. സ്വിഫ്റ്റ് ബസിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനായി ബോധപൂർവം അറ്റകുറ്റപ്പണികൾ വൈകിക്കുന്നുവെന്നാണ് ജീവനക്കാരുടെ പരാതി. മന്ത്രി ഒരിക്കൽ പാലക്കാട് ഡിപ്പോയിൽ വന്നപ്പോൾ ഇത് മെയിൻ്റനൻസിന് പ്രത്യേക ബുക്ക് വയ്ക്കണമെന്നും മെയിൻ്റനൻസിൻ്റെ പ്രശ്നം കൊണ്ട് ഒരു അപകടം പോലും ഉണ്ടായിരുന്നത് കർശന നിർദ്ദേശം കൊടുത്തതാണ്. പക്ഷേ അതെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. അത് സ്വിഫ്റ്റിനെ തകർക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യം ഉണ്ടോ എന്ന് സംശയമുണ്ട്. പല പ്രാവശ്യമായിട്ടും പാലക്കാട് നിന്ന് പോയി തിരുവനന്തപുരം സർവീസിൽ പോകുന്ന മറ്റുള്ള ഡിപ്പോകളിൽ നമ്മുടെ പാലക്കാട് വണ്ടികൾ ഡിപ്പോയിൽ കയറ്റി വണ്ടി നിർത്തി സർവീസ് വേറെ വണ്ടിക്ക് പകരം മാറ്റുകയും അല്ലെങ്കിൽ പകരം ആൾക്കാരിനെ വേറെ വണ്ടിയിൽ കയറ്റിവിട്ട് തിരിച്ച് ഞങ്ങൾ പാലക്കാട് വരിക അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഗുണനിലവാരമില്ലാത്ത ബസ്സുകൾ സർവീസ് നടത്തുന്നത് യാത്രക്കാർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ജീവന് ഭീഷണിയാവുകയാണ്. 24 തൃശൂർ.